വെൽക്കം ടു സ്വീറ്റ് ആൻഡ് സോർ. ഇന്ന് ഞാൻ മലബാർ സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പാൽവാഴക്ക എന്നാണ് പറയാറുള്ളത്. പാലും പഴവും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്ന ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഐറ്റമാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ടിടത്തരം പഴം എടുത്തിട്ടുണ്ട്. അത് 4 കീറാക്കി അരിഞ്ഞ് വെച്ചതാണത്. പിന്നെ ഒരു ഗ്ലാസ് പാൽ വേണം. ഈ ഗ്ലാസിൻ്റെ അളവ് തന്നെ ആയിരിക്കണം നമ്മൾ വെള്ളം കൂടെ എടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് ഇത്രയും പഞ്ചസാരയുടെ ആവശ്യം വരില്ല. പിന്നെ 1/4 കപ്പ് ചൗവരി കഴുകി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കാനുണ്ട് ആദ്യം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ഗ്ലാസ് നമ്മൾ പാലെടുത്ത അതേ ഗ്ലാസ് ഉണ്ടല്ലോ, അതേ അളവിൽ തന്നെ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം അത് തിളച്ച് വരണം. അതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ചൗവരി അതിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ അത് തിളച്ച് വന്നോട്ടെ. നമ്മൾ വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചൗവരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ, പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കുറച്ച് സമയം. അപ്പോൾ ഒരു ഹാഫ് കുക്കാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു 1/4 കപ്പ് പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഒരു ഹാഫ് കുക്കാണ് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ 1/4 കപ്പ് പാൽ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് ഇളക്കി കൊടുത്ത് ചൗവരിയുടെ വൈറ്റ് കളറൊക്കെ ഒന്ന് മാറി ഒരു ട്രാൻസ്പാരൻ്റ് ആയി കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് സ്പൂണിലേക്കൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഞ്ചസാര ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള പഞ്ചസാര മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പഴം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പഴം എടുക്കുമ്പോൾ പഴുപ്പ് കുറഞ്ഞത് എടുക്കരുത്, ഒരു പാകത്തെ പഴുപ്പായത് വേണം നമ്മളതിലേക്ക് എടുക്കാൻ. ഇതിലേക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണത് ഇട്ട് കൊടുക്കുന്നത്. പഴത്തിൻ്റെ കളറ് മാറി വരുമ്പം തന്നെ നമ്മളിതിലേക്ക് കുറച്ചായിട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളെടുത്ത് വെച്ച പാല് കംപ്ലീറ്റായി ഇതിൽ ഒഴിച്ചു കൊടുത്തു. കണ്ടോ, ഇപ്പോൾ ഏകദേശം ഈ ഒരു പാകത്തിൽ മതി. ഇനി തണുക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് കുറുകി വരും അത്. അപ്പോൾ എന്ത് ചെയ്യണം, അഥവാ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കുറുകുകയാണെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് പാകാക്കിയാൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് വാങ്ങി വെക്കേണ്ടത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഏലക്ക പൊടിച്ചതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഇനി നമുക്കിത് വറവിടണം. ഈ വറവിടാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത്, ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാഷ്യൂനട്ടിന് പകരം ബദാമാണ്. നിങ്ങൾക്ക് കാഷ്യൂനട്ടോ തേങ്ങാക്കൊത്തോ അതല്ലെങ്കിൽ നിലക്കടലയോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് മുന്തിരി ഇട്ടിട്ട് നമുക്കിതൊന്ന് വറവിട്ടിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഇളം ചൂടോട് കൂടി തന്നെ വേണം കഴിക്കാൻ. പറ്റ തണുത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ മാറിപ്പോവും. അപ്പോൾ നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നമുക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അതല്ലെങ്കിൽ തേങ്ങാപ്പാലും പാലും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഇപ്പോൾ മധുരത്തോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. പാലും പഞ്ചസാരയും പഴവും നെയ്യും ഒക്കെ കൂടിയിട്ടുള്ളൊരു ഡിഷായത് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.